TV സീരീസോ അല്ലെങ്കിൽ ഫോറിൻ സിനിമാസോ അങ്ങനെ എന്തെങ്കിലും ഇല്ല ഞാൻ അങ്ങനെ ഭയങ്കര ഫോളോ ചെയ്യുന്ന ഫോളോ ആളാണ്. ചെയ്യുന്നതല്ല? നമ്മളുടെ സീരീസ് കാണാറില്ല. സീരീസ് കാണാം. അത് ഇന്ന സീരീസിന്റെ ഫോളോ അപ്പ് എടുത്തേ പറ്റുള്ളൂ എന്നുള്ള നിർബന്ധ ബുദ്ധിയില്ല. എല്ലാവരും ഇപ്പൊ കഴിഞ്ഞ ദിവസം അഡോൾസൻസ് എന്നുള്ള എല്ലാവരും നല്ലൊരു കണ്ടിരുന്നു. ഭയങ്കര അടിപൊളി. കൊള്ളാം അല്ലേ? ഓരോ എപ്പിസോഡും ഒരു സിംഗിൾ ഷോട്ടാ. ഫുൾ എപ്പിസോഡ്, ഒരു എപ്പിസോഡ് ഒരു ഫുൾ എപ്പിസോഡ് സിംഗിൾ ഷോട്ടിലാണ്. അതിന്റെ പെയിൻ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിങ്ങനെ ബ്ലോക്ക് ചെയ്ത് നിൽക്കുക. അതിനേക്കാളും അതിനകത്ത് ചില മൊമെന്റ്സ് ഒക്കെ ഭയങ്കര പെയിൻഫുൾ ആണ് നമുക്ക് കാണുന്ന സമയത്ത്. ആണോ? പക്ഷെ ഞാൻ അതിൽ അമേസ്ഡ് ആയതൊരു ആ ഫിലിം മേക്കിങ്ങിൽ. ഇപ്പം എന്താ പറയുക, ഇപ്പം ഞാനിപ്പോൾ ഒരു എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ വന്ന് വ്ളോഗ് ചെയ്ത് തിരിച്ചു പോയി വേറെ എന്തെങ്കിലും ചെയ്ത് തിരിച്ചു വന്ന് എൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന വരെയൊക്കെ ഒരു എപ്പിസോഡ് ഉണ്ടെങ്കിലും ആലോചിച്ച് നോക്ക്. ലൈഫിലെ ഒരു ടൈം എന്ന് പറയുന്നത്. പക്ഷെ ഇത് ഭയങ്കര ഇവന്റ്ഫുള്ളും ആണ്. അത് അവര് പോലീസ് സ്റ്റേഷൻ നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ ഉണ്ടെന്ന് വിശ്വസിച്ചു. അതല്ല സിംഗിൾ ഷോട്ട് എന്ന് പറഞ്ഞാൽ ക്യാമറ കട്ടില്ല, ഒരൊറ്റ ഷോട്ടിൽ ഇല്ല എന്നാണ് പറഞ്ഞത്. അവർ മേക്കിംഗ് വീഡിയോ ഒക്കെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്നിട്ട് ഈ പറഞ്ഞ പോലെ പല അല്ല, അത് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല എന്നല്ല, എഫേർട്ട് ഉണ്ട്, പ്ലാനിങ് വേണം. ചെയ്യാൻ പറ്റാത്ത ഒന്നല്ല. ഇത് ഒറ്റ ടേക്കിലല്ലല്ലോ ഇവർ ചെയ്യുന്നത്. ഇത് റിഹേഴ്സൽസ് ഒക്കെ ചെയ്തിട്ടാണ് ഇവരിത് ചെയ്യുന്നത്. ഞാൻ ഒരു വഴക്ക് എന്നുള്ള സിനിമ ചെയ്ത സമയത്ത് അതിനകത്ത് 15-20 മിനിറ്റുള്ള ഷോട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ അത് ഉപയോഗിച്ചത് അത് ഇമ്പോസിബിൾ ആണ്. 15-20 മിനിറ്റ് കട്ട് ചെയ്യാതെ എങ്ങനെ ഷൂട്ട് ചെയ്യണം, അപ്പൊ ക്യാമറ എങ്ങനെയാ മൂവ് ചെയ്യുക എന്നുള്ളതൊക്കെ. അപ്പൊ അതിന് നമ്മൾ കൊറിയോഗ്രാഫി ചെയ്ത് അതിന് നമ്മൾ റിഹേഴ്സ് ചെയ്ത് വരുമ്പോൾ വളരെ ഓർഗാനിക് ആയിട്ടുള്ള ക്യാമറ മൂവ്മെന്റ്സും ഒക്കെ വെച്ച് നമുക്കത് ചെയ്യാൻ പറ്റും. പക്ഷെ അതിൽ ആകെയുള്ളൊരു ക്യാച്ച് എന്താണെന്ന് വെച്ചാൽ 40 മിനിറ്റ് ഉള്ള ഒരു എപ്പിസോഡിൽ 39 മിനിറ്റിലൊരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ വീണ്ടും റീഷൂട്ട് ചെയ്യണം. എന്റെ ഡൗട്ട് എന്താ കേട്ടോ, ഈ ബാക്കപ്പിംഗ് എങ്ങനെയാണെന്നുള്ളതാണ്. ക്യാമറ ഇത്ര സമയം റൺ ചെയ്യണ്ടേ, അതിന്റെ ബാക്കപ്പിംഗ് എന്നാണ് ഡൗട്ട്. ഞാൻ അതാണ് പിന്നെ അവിടെ ചോദിക്കാൻ. മാത്രമോ ഈ ഹാൻഡ് ഹെൽഡ് ക്യാമറ മൂവ്മെന്റ്സ് കാറില് റിഗ്ലൊക്കെ അതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ ആലോചിക്കണത്. എനിക്ക് തോന്നുന്നു ഒരു കംപ്ലീറ്റ് ഡ്രാമ അല്ലെങ്കിൽ റിഹേഴ്സലൊക്കെ ഒരു ഫുൾ ഡാൻസ് പോലെ ആ പെർഫോമൻസ് അവർ കൊറിയോഗ്രാഫി ചെയ്യുന്ന പോലെ അല്ല. ഇത് വീട്ടിൽ മൊമെന്റ് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി കാറിൽ കയറുന്നു, കാറിന്റെ അടുത്ത് എപ്പിസോഡ്സ് ഡയലോഗ്സ് അത് പാൻ ചെയ്യുന്നു, അതിൽ നിന്ന് ഇറങ്ങുന്നു, കാറ് പോയി നിൽക്കുമ്പോൾ അപ്പുറത്ത് വേറെ 2 കാറ് വരുന്നു, അവർ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു, അവരെ ഫോളോ ചെയ്ത് പോകുന്നു ക്യാമറ, അവിടുന്ന് തന്നെ സ്വൈപ്പ് ചെയ്ത് വേറെ എപ്പിസോഡ്സിലേക്ക് പോകുന്നു. അങ്ങനെ തന്നെ ഭയങ്കര പ്ലാൻഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ് അത്. നമ്മളുടെ പടത്തിലും നമ്മൾ ഒരു സിംഗിൾ ഷോട്ട് എടുത്തിട്ടുണ്ട്. എത്ര മിനിറ്റ്? അതൊരു 3 മിനിറ്റിന് അടുത്ത് വരും. 3 മിനിറ്റ് എടുക്കണം അത്ര എളുപ്പമുള്ള കാര്യം അല്ല. 3 മിനിറ്റ് ഇച്ചിരി പരിപാടി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അഡോൾസൻസിന്റെ ഞാൻ അത് ചെയ്ത് അതാണ് നമ്മളെ. അതിപ്പോ നമ്മുടെ അങ്കമാലി ഡയറീസിന്റെ ക്ലൈമാക്സിലുണ്ട്. ഇപ്പൊ വീര ധീര സൂര എന്നുള്ള സിനിമയിൽ ലിജോറിന്റെ സ്ഥിരം പരിപാടി ആമയിൽ ഞാൻ അസോസിയേറ്റ് ആണ് ആ പാട്ട്. അതൊരു ഫിലിം മേക്കറിന്റെ ഒരു സിനിമയുടെ പറയട്ടെ. നമ്മുടെ ഈ ഒരു ഓൾഡ് ബോയ് എന്ന് പറഞ്ഞിട്ടൊരു അതിനകത്ത് മറ്റേ ഒരു കോറിഡോറിലെ ഫൈറ്റ് അത് എന്ന് പറഞ്ഞാൽ ആ നടന് പ്രാന്തായി പോയെന്നാണ് കേട്ടത് ഈ ഡയറക്ടർ. കാരണം ആ കുത്ത് ശരിയായില്ല, ഒന്നുകൂടെ വാടാ ചേച്ചി 10, 20, 30 ടേക്ക് എങ്ങാണ്ട് കഴിഞ്ഞപ്പോഴാണ് ഒരു ടേക്ക് ഓക്കെ. അതിപ്പോഴും നമ്മൾ ആ സീൻ ശ്രദ്ധിക്കുകയാണെങ്കിലേ പല കുത്തുകളും മൊത്തത്തിൽ വീഴുന്നില്ല, നമുക്കത് കാണാം. പക്ഷെ ആ ഓളത്തിന്റെ ഇടയിൽ നമ്മൾ ശ്രദ്ധിക്കൂല. ഒരു ഗ്രാൻഡ് ക്യാൻവാസിൽ കുത്തി കൊല്ലാൻ പറ്റുമോ? മേക്ക് ബിലീഫ് ആണല്ലോ. അതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഇംപെർഫെക്ഷൻസ് ഉണ്ടെങ്കിലും ആ സീന് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് വന്നൊരു സാധനമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ബ്രോ അത്യാവശ്യം ഫോറിൻ ഫിലിംസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ സിനിമ കാണാൻ പൊതുവെ ഇഷ്ടമാണ്. അത് എല്ലാ ഭാഷയിലുള്ള സിനിമകളും നമ്മള് നല്ലതെന്ന് പറയുന്നത് എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. ആൾക്കാർ ഇപ്പം ടോബി നല്ല സാധനങ്ങൾ ഇപ്പം ഷമീറിന്റെ നമ്മളെ എഡിറ്റർ പുള്ളി. ഞാൻ അങ്ങനെ ചില ആൾക്കാർ ഇപ്പൊ ചമനൊക്കെ നല്ലൊരു പടം കണ്ട എൻ്റെ അടുത്ത് പറയും. ഞാനും അതുപോലെ ഞങ്ങൾ അങ്ങോട്ട് അങ്ങനെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്. പിന്നെ ഈ ഞാനും ഈ ഇൻസ്റ്റാഗ്രാമിൽ നല്ലത് കണ്ടാ പറയാൻ പറ്റുക, എടാ ഇങ്ങനെ സാധനം ഉണ്ട് കണ്ടു നോക്കുന്ന പറയുന്നത് അതൊരു പോസിറ്റീവ് സർക്കിളിൽ. എൻ്റെ കസിൻസും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് അവരുടെ ഇടയിലും നമ്മൾ ഈ സിനിമ ഇത് കണ്ടോ അത് കണ്ടോന്ന് വെച്ചിട്ട് ഞാൻ ഇത് കണ്ടു നീ ഇത് കണ്ടോന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു കൊടുക്കൽ വാങ്ങലുണ്ട്. സീരീസ് ആണെങ്കിലും ഒക്കെ ചിലപ്പോ നമുക്ക് അവസരം കിട്ടി ഒരുമിച്ചിരുന്ന് ഞങ്ങൾ കാണും. അങ്ങനത്തെ ഒരു കൾച്ചർ എന്റെ ഫ്രണ്ട്സിന്റെ ഇടയിലും ഉണ്ട്. ഒരുമിച്ച് സിനിമ കാണാൻ. ഫ്രണ്ട്സ് കണ്ടിട്ടുണ്ടോ ബ്രോ? ഏത് TV സീരീസ്? മൾട്ടിപ്പിൾ ടൈംസ്. ഇല്ലേ? അത് ഒരുവിധ ആൾക്കാരുടെ അത് ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ ഗോ ടു സാധനം പിന്നെ ഫ്രണ്ട്സ് ആണ്. കഴിക്കാതിരിക്കുമ്പോൾ ഒരു സാധനം അതുപോലെ. എനിക്ക് അങ്ങനത്തെ എനിക്ക് ഫ്രണ്ട്സ് ഒരുമാതിരിപ്പെട്ട ഒരു സുഹൃത്തുക്കളുടെ ഇടയിൽ നടക്കാവുന്ന എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുള്ള കണക്ട് ആവുന്നത്. പിന്നെ 10 കൊല്ലമാണ് അവർ ഓടിച്ച്. അത് സത്യം പറഞ്ഞാൽ ചില സിനിമകൾക്ക് പോലും ഇത്ര ഒരു കൾട്ട് ഫോളോയിങ് കാണത്തില്ല. സീരീസുകളിലെ
ചില ഈ കാർട്ടൂൺ സീരീസുകളുണ്ട്, അതായത് ഈ അഡൾട്ട് കാർട്ടൂൺ ആണ്. സൗത്ത് പാർക്ക് പോലെയൊക്കെ. സൗത്ത് പാർക്ക് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ ബോജാക്ക് ഹോഴ്സ്മാൻ ഒക്കെ കണ്ടിട്ടുണ്ട്. ബോജാക്ക് ഹോഴ്സ്മാൻ ഒക്കെ ഭയങ്കര ഡീപ്പാണ്. ടുവേർഡ്സ് എൻ്റെ ഒക്കെ അത് ഭയങ്കര പൊളിയാണ്. അതുപോലെ റിക്ക് ആൻഡ് മോർട്ടി, ഞാൻ റിക്ക് ആൻഡ് മോർട്ടിയുടെ ഭയങ്കര ഫാനാണ്. പിന്നെ എനിക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സീരീസുകളിലാണെങ്കിലും ചില ആക്ടേഴ്സിന്റെ പെർഫോമൻസസ് നമ്മളെ ഒരു സീരീസ് മുഴുവൻ കാണാനായിട്ട് പ്രേരിപ്പിക്കും. വൈക്കിങ്സ് ഒക്കെ ഞാൻ മറ്റേ അതിനകത്തുള്ള ട്രാവിസ് ഫിമ്മൽ, പുള്ളിയുടെ പെർഫോമൻസ് കണ്ടിട്ട് ഞാൻ പുള്ളിയുടെ സീനുകൾ അതിൽ തീർന്നോണ്ടിട്ട് ഞാൻ ബാക്കി ഒരു സീസൺ അല്ലെങ്കിൽ 2 സീസൺ നമ്മൾ കാണുന്നില്ല. പുള്ളി തീർന്നു, പിന്നെ അത് കാണാൻ നമുക്ക് തോന്നുന്നില്ല. അതുപോലെ പീക്കി ബ്ലൈൻഡേഴ്സ് എന്റെ ഓൾ ടൈം ഫേവറേറ്റുകളിൽ ഒന്നാണ്. അത് എന്ത് രസമാണ്. അതിനകത്ത് ടോം ഹാർഡി ഒരു ഐറിഷ് ആളായിട്ട് എന്ത് പെർഫോമൻസ് ആണ്. നല്ല ഒരു സീരീസ് ആണ് ബ്രോ. എന്ന് പറഞ്ഞാൽ അത് 6 സീസൺ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. അതൊരു ബ്യൂട്ടിഫുൾ സാധനമാണ്. അപ്പൊ അത്യാവശ്യം ബ്രോ ഫോളോ ചെയ്യുന്ന ഗെയിം ഓഫ് ത്രോൺസ് പിന്നെ ഹോട്ട്സ്റ്റാറിൽ അത് റുട്ടീന്റെ ഭാഗമായിട്ട് ആഘോഷിക്കുന്ന പരിപാടികളൊക്കെ. ഞാൻ മറ്റേ റിലീസ് വെയിറ്റ് ചെയ്തിരുന്നിട്ട് കാണുന്നു. രാവിലെ അത് റിലീസായ പാടെ രാവിലെ 6 മണിക്കൊക്കെ ഇരുന്ന് കാണാന്നുള്ള പോലത്തെ കണ്ടിട്ടുണ്ട് ഗെയിം ഓഫ് ത്രോൺസ്. ഫൈനൽ സീസണിൽ ബ്രോ ഡിസപ്പോയിന്റഡ് ആണോ അതോ ഓക്കെ ആണോ? ഡിസപ്പോയിന്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാലേ ഞാൻ ആലോചിക്കണത് ആ ഫിലിം മേക്കറിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ. ബാക്കി എല്ലാ സീസണിലും നമ്മൾ അടുത്ത സീസൺ കാണാൻ വേണ്ടി പ്രേരിപ്പിച്ചിട്ട് ലാസ്റ്റ് സീസണിൽ എനിക്ക് ഇങ്ങനെ ചെയ്യാനാണ് തോന്നുന്നത്. നിങ്ങൾ അടുത്ത സീസണിന് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട സ്റ്റേറ്റ്മെന്റ് എനിക്ക് തോന്നുന്നത്. പുള്ളിക്ക് തോന്നുന്ന പോലെ അത് അവസാനം. അല്ലാതെ ബാക്കി 7 സീസണും ചെയ്ത പുള്ളിക്ക് 8ാമത്തെ സീസൺ നല്ലോണം ആക്കാൻ പറ്റും. തുടരുന്ന എഴുതി കാണിക്കുന്ന വളരെ സിമ്പിൾ ആണത്. പഴയ മാഗസിൻ അത്ര ഈസിയാണ്. അതുപോലെ ബ്രേക്കിംഗ് ബാഡ് ഒക്കെ IMDb-യിലെ ഏറ്റവും ഹയസ്റ്റ് റേറ്റഡ് പെർഫോമൻസ് വൈസ് അതെല്ലാം അത്തരത്തിലും കൂടെ പെർഫോമൻസിലും കൂടെയാണ്. മറ്റേ വാൾട്ടർ വൈറ്റ്, റയൻ ക്രാൻസ്റ്റൺ, ആള് ഭയങ്കര രസമുള്ള. നമ്മള് അതിന്റെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിന്റെ തുടക്കത്തിൽ നമ്മൾ അതിന്റെ അവസാനത്തിൽ എന്താ സംഭവിക്കണേ എന്നുള്ളതിന്റെ ഒരു ഗ്ലിംസ് തന്നിട്ട് അത് സീരീസിന്റെ സ്ക്രിപ്റ്റിംഗിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൃത്യമായിട്ട് അറിയില്ല. ഓരോ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഒരു ഗ്ലിംസ് തന്നിട്ട് ക്ലിഫ് ഹാങ്ങേഴ്സ് അങ്ങനെ അടുത്ത പരിപാടിയിലേക്ക്, എന്നിട്ട് പടം അതായത് അവസാനത്തിലെ ഒരു ചെറിയ ബിറ്റ് കാണിച്ചിട്ട് ടോട്ടലി ഡിഫറെന്റ് ഒരു സിനാരിയോയിൽ ഇത് തുടങ്ങി ഇതെങ്ങനെ അവിടെ എത്തും എന്ന് നമ്മൾ ആലോചിച്ച് ഇത് കറങ്ങി തിരിഞ്ഞ അവസാനം അവിടെ ആ പോയിന്റിലേക്ക് മുട്ടിക്കുന്നത്. അതാണ് ഓരോ എപ്പിസോഡും ഇൻട്രസ്റ്റിംഗ് ആവാനുള്ള കാരണം. ഒരു സിനിമ എടുത്തിട്ട് അതിനെ പകുതിയാക്കിയിട്ടോ 3 നമുക്ക് ഒരു സീരീസ് ആക്കി കാണിക്കാൻ പറ്റില്ല ആക്ച്വലി. കാര്യം അതിന്റെ ഈ രസയുടെ പൊട്ടാണ്ട് എല്ലാ സീസണും കഴിയുന്ന സമയത്ത് നമുക്ക് ഓർത്ത് കൊണ്ടുവരണം. അതൊക്കെ ഒബ്സർവ് ചെയ്യാൻ ഭയങ്കര രസമാണ്. അത് എഡിറ്റിലും കൊണ്ടുവരാൻ പറ്റില്ല. നമുക്ക് പ്രോപ്പർ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ അത് കണക്ട് ചെയ്ത് വെക്കാം. സ്ക്രിപ്റ്റിൽ തന്നെ വേണം അത്.